20 അടി നീളത്തിലൊരു ഗേറ്റ്, സൈഡിലായി 2 ഗ്രില്ലിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഡോറ്. ഈ ഡോറ് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്നൊരാൾ ഇതിനകത്തോട്ട് കയറുമ്പം ഈ ഗ്രില്ല് താന്നിരിക്കുന്നത് കൊണ്ട് തല തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഡോറ് പണിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഒന്നുക്കൊന്ന് ഫ്രെയിമിൽ ഒന്നുക്കൊന്ന് മെഷിട്ട് ആണ് ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 20 അടി നീളം ഉണ്ടായതുകൊണ്ട് ഈ ഗേറ്റിന് ലാമ്പൽ കൂടുതലാണ്. അതിനാണ് നമ്മൾ സെൻറ്ററിൽ ഒരു നൈലോൺ വീല് വെച്ച് ഒരു പോസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തും ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഈ മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടി ചെറിയൊരു ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീറ്റർ റീഡിംഗ് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഈ ഡോറങ്ങ് തുറന്ന് മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കാൻ കഴിയും. എയർ സാക്ഷ്യം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഗേറ്റ് ഓടുന്നത് ഈ ഗ്രില്ലിൽ കൂടിയാണ് ആ ഗേറ്റ് ഓടിപ്പോകുന്നത്. പിന്നെ 1 കാലിൻ്റെ ആംഗ്ലെയർ വെച്ചാണ് നമ്മൾ റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രീ മൂവ്മെൻ്റ് ആണ്. മേളിലും ബിയറിങ് താഴെയും ബിയറിങ്ങും വെച്ചാണ് ഈ ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈസിയായിട്ട് തള്ളിപ്പോകാൻ പറ്റും ഈ ഗേറ്റ്. ഇവിടെ മടക്കി വയ്ക്കുന്ന ഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ കടയ്ക്ക് വീതി കുറവായതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ വളരെ പാടുമാണ്. പിന്നെ സ്ഥലം പരിമിതി കുറവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ തള്ളു ഗേറ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ തള്ളു ഗേറ്റായതുകൊണ്ട് ഇതിൻ്റെ ലോക്ക് സിസ്റ്റം ഇതുപോലെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ തള്ളുമ്പം ഗേറ്റ് ഊരിയങ്ങ് പോകും. അതാകുമ്പോൾ ഇതിൻ്റെ ലോക്കിൽ വീണ് കിടക്കും.